ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ടു അസേർട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. അത് ഫിനാൻഷ്യലി വയബിളായിട്ടാണോ അത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുന്ന പോലെ നമ്മൾ ആദ്യം അസറ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നു, അതേപോലെ തന്നെ ലയബിലിറ്റീസ്, ദെൻ ഇക്വിറ്റീസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റ്. രണ്ട് സൈഡും എന്തായിരിക്കും? ബാലൻസ് ആയി നിൽക്കും. ഓക്കെ, അതാണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന ഓരോ കണ്ടൻറ്റുകൾ നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് അസറ്റ് ആദ്യം നമ്മൾ നോക്കുന്നത് അസറ്റ് സൈഡാണ്. നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അസറ്റ് സൈഡ് ഉണ്ട്. അതിൽ അസറ്റിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നോൺ കറണ്ട് അസറ്റും അതേപോലെ തന്നെ കറണ്ട് അസറ്റ്. നമുക്ക് ഇങ്ങനെയും പറയാം, ഫിക്സഡ് അസറ്റും അതേപോലെ തന്നെ നോൺ ഫിക്സഡ് അസറ്റ്. അതിൽ നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പീരീഡ് അല്ലെങ്കിൽ അത്തരം നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോർ ദാൻ 1 ഇയർ, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളതിനെ ഹെൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു. ആ ഒരു ടേമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോങ് ടേം അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫിക്സഡ് അസറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി വരുന്നുണ്ട്. പ്രോപ്പർട്ടി, പ്ലാന്റ് എക്യുപ്മെൻറ്റ്, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ് വിൽ, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്, other development, biological assets, then financial asset, deferred current asset and non-current assets. അതായത് അതർ നോൺ കറണ്ട് അസറ്റ്സ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും, അതായത് ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റുകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റുകളായിട്ട് വരുന്നത് നമുക്ക് 1 by 1 ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നോൺ കറണ്ട് അസറ്റ് മാത്രമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നോൺ കറണ്ട് അസറ്റ്. ദ നോൺ കറണ്ട് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ ഹെൽഡ് ഫോർ മോർ ദാൻ 1 ഇയർ. ഓക്കെ, എന്താണ് 1 ഇയറിനേക്കാളും കൂടുതൽ, അതായത് 12 മന്ത്സിനേക്കാളും കൂടുതലാണ് നമ്മൾ അത് ഹെൽഡ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ ഒരു ടേമിനെ പറയുന്നതാണ് നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്. അതായത് കമ്പനിയിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ പ്ലാന്റ്, എക്യുപ്മെൻറ്റ്. അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ലാൻഡ്, ബിൽഡിങ്സ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, ബിയറർ പ്ലാന്റ്സ്, ഇനി അതേഴ്സ്. അതായത് എന്തെങ്കിലും ലോങ് ടേം ആയിട്ട് വരുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടികളോ പ്ലാന്റുകളോ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ അതേഴ്സ് കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ ഫർണിച്ചറോ അല്ലെങ്കിൽ ഓഫീസ് എക്യുപ്മെൻറ്റോ ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ അല്ലെങ്കിൽ മിഷനറീസൊക്കെ തരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഏതായിരിക്കും? ഈ ഒരു പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഹെഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫിക്സ്ഡ് അസറ്റുകളാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് മീൻസ് എന്താണ്? അതിങ്ങനെ പ്രോസസ്സിങ്ങിലായിരിക്കും, അണ്ടർ പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ഉദ്ദേശിക്കുന്നത്. സോ ദ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് റെപ്രസെൻറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ അക്വയറിംഗ് or constructing the tangible assets which are not yet ready for the intended use. അതായത് ക്യാപിറ്റൽ നേച്ചറുള്ള, അതായത് അണ്ടർ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ്. ഓക്കെ, അത്തരം, അതായത് ഇപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഏതെങ്കിലും ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റുകളായിരിക്കും. ഇപ്പോൾ ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ടാഞ്ചിബിൾ അസറ്റ്, അതിൻ്റെ എക്വയർ ചെയ്യാൻ വന്നിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്ക് എന്തെങ്കിലും ആയിരിക്കാം. അത്തരം കാറ്റഗറിയിൽ വരുന്ന അസറ്റുകളാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി വിച്ച് ആർ യെറ്റ് നോട്ട് റെഡി ഫോർ ദ ഇൻറ്റൻറ്റഡ് യൂസ്. അത്തരം കാറ്റഗറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്
വിച്ച് ആർ ഹെൽഡ് ടു ഏൺ ദ റെൻ്റൽ ഓർ ദ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓർ ബോത്ത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ ചിലപ്പോൾ രണ്ടും കൂടിയിട്ടായിരിക്കാം. അത് ഹെൽഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ടു ഏൺ റെൻ്റൽ പർപ്പസ് ആയിരിക്കാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വില, ആ ഒരു ക്യാപിറ്റലിൻ്റെ വില കൂടാൻ. അപ്രിസിയേഷൻ മീൻസ് കൂടുക, ആ രീതിയിലാണ്. അതിൻ്റെ വാല്യൂ കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, നമ്മളിപ്പോൾ ഭൂമി വാങ്ങിച്ചിടുന്നു. ഓക്കെ, ആ ഭൂമി വേണമെങ്കിൽ നമുക്കത് റെൻറ്റിന് വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വില കൂടാനായിട്ട് വേണ്ടി നമുക്കതിനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത്തരം അസറ്റുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതൊരു തരം അസറ്റാണ്. ഓക്കെ, ഗുഡ് വില്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഷെയർ ഹോൾഡേഴ്സും കമ്പനികളുടെ ഷെയർസൊക്കെ വാങ്ങിക്കുക. ഓക്കെ, ആ ഗുഡ് വില്ല് നമുക്കറിയാം ഇൻടാഞ്ചിബിൾ ആണ്, കാരണം നമുക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു അസറ്റിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻടാഞ്ചിബിൾ പറയുകയാണെങ്കിൽ നമുക്കത് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് കാണാനായിട്ടോ നമുക്ക് പറ്റില്ല. ടാഞ്ചിബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തൊടാനും, അതായത് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റുകൾ, അതായത് നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, അത്തരം പ്രൊഡക്ട്സുകൾ നമുക്ക് ടാഞ്ചിബിളാണ്, ടച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഹെഡിലാണ് നമ്മൾ ഗുഡ് വില്ല് എഴുതുന്നത്. ഇനി ഗുഡ് വില്ലിനെ പോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സുകളുണ്ട്. ലൈക്ക് ബ്രാൻഡ് ഓർ ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മാസ്റ്റർ ഹെഡ്സ് ഓൺ പബ്ലിഷ്ഡ് ടൈറ്റിൽസ്, മൈനിങ് റൈറ്റ്സ്, കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ആൻഡ് എനി ഫോർമുലാസ്, മോഡൽസ്, ഡിസൈൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ്, ലൈസൻസ് ആൻഡ് ഫ്രാഞ്ചൈസ്. ഇതൊക്കെ എന്താണ്? ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന കോൺട്രാക്റ്റുകളാണ്. ഓക്കെ, നമുക്ക് ഈ കോപ്പി റൈറ്റ്, അതേപോലെ തന്നെ പേറ്റൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റില്ല. അതൊരു തരം കോൺട്രാക്ട് ബേസിൽ നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അസറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത്തരം അസറ്റുകളൊക്കെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട്, അതാണ് അതർ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്, ലൈക്ക് ദ ഗുഡ് വിൽ പോലെ. ഇനി അടുത്തതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്. അതായത് നമുക്ക് ഏതെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റിന് എന്തെങ്കിലും മോഡിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് വരും. ഓക്കെ, ആ എക്സ്പെൻഡിച്ചേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന ഹെഡിലാണ് നമ്മൾ കാണിക്കുക. ഇനി ആ ഒരു എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അതിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ എമൗണ്ട് ഏതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഹെഡിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്തെടുക്കും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. സോ ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻടാഞ്ചിബിൾ അസറ്റ് വിച്ച് ആർ യെറ്റ് ടു ബി ഫിനിഷ്ഡ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി അണ്ടർ ദിസ് ഹെഡ്. അതായത് എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹെഡിലാണ് നമ്മൾ കാണിക്കുക. വിച്ച് ഹെഡ്? ദ ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്. Once the development of the intangible asset is completed, the amount accumulated under this head is transferred the gross carrying amount of the relevant intangible asset. ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിലേക്ക് നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ എന്തെങ്കിലും പേറ്റൻറ്റോ അല്ലെങ്കിൽ കോപ്പി റൈറ്റോ ഇതിലൊക്കെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ അതിന് ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് വരികയാണെങ്കിലാണ് ഈ ഒരു രീതിയിൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്ത കാറ്റഗറിയാണ് ബയോളജിക്കൽ അസറ്റ്സ്. അതായത് നമ്മുടെ ലിവിങ് എനിമൽ ഓർ പ്ലാന്റ്, ലൈക്ക് ഇപ്പോൾ ഡയറി കാറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഷീപ്പ്, ദ ട്രീസ് ഇൻ എ ടിമ്പർ പ്ലാന്റേഷൻ, കാറ്റിൽ, കോട്ടൺ പ്ലാന്റ്സ്, ഷുഗർ കെയിൻ, ടീ ബഷസ്, ഓയിൽ പ്ലാംസ്, ഫ്രൂട്ട് ട്രീസ്, റബ്ബർ ട്രീസ്, ഇതൊക്കെ വരുന്നതാണ് ഈ ഒരു ബയോളജിക്കൽ അസറ്റ്. അതാണ് ഈ ലിവിങ് എനിമൽസ് ഓർ പ്ലാന്റ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ നമ്മൾ ഏത് ഹെഡിലാണ് കാണിക്കേണ്ടത്? ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയർ പ്ലാന്റ്സ്. അതാണ് അടുത്ത അസറ്റായിട്ട് നമ്മൾ കാണുന്നത്. ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ അസറ്റ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഫിനാൻഷ്യൽ അസറ്റ്. ഈ 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ അസറ്റ്? സോ ദ ഫിനാൻഷ്യൽ അസറ്റ് ജനറലി മീൻസ് ദ ക്യാഷ്, ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് അനദർ എൻറ്റിറ്റി and the contractual right to the receive the cash or other financial assets. അതായത് നമ്മൾ എന്തെങ്കിലും ലോങ് ടേം ആയിട്ട്
ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത്തരം കാറ്റഗറിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു ഇക്വിറ്റി ഷെയർസിലോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ ബോണ്ടോ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ്. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ മോർ ദാൻ 12 months ആയിരിക്കും. അതായത് നമുക്കറിയാമല്ലോ ലോങ് ടേം എന്ന് പറയുന്നത് അത്രയാണ്. അതായത് 1 yearനേക്കാൾ കൂടുതൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മളെപ്പോഴും ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഇക്വിറ്റി ഷെയർസിലോ പ്രിഫറൻസ് ഷെയർസിലോ ബോണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ കിട്ടും. ഓക്കെ, അതാണ് ഈ പറയുന്നത് ദ ക്യാഷ് ഓർ ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് അനദർ എൻറ്റിറ്റി. ഏതെങ്കിലും വേറെ കമ്പനികളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കാം. ഓക്കെ, അത് നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ അതാണ് ദ കോൺട്രാക്ച്വൽ റൈറ്റ് ടു ദ റിസീവ് ദ ക്യാഷ് ഓർ അതർ ഫിനാൻഷ്യൽ അസറ്റ്. ആ ഒരു കാറ്റഗറിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു കമ്പനി വേറെ ഏതെങ്കിലും കമ്പനികളുടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കുക. അത് നമുക്കൊരു ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും. അത് ക്യാഷ് ഫോമിലായിരിക്കാം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കാം. അത്തരം കാറ്റഗറിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് ഉദ്ദേശിക്കുന്നത്. ഈ ഫിനാൻഷ്യൽ അസറ്റിനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾ, നോൺ കറണ്ട് ലോൺസ് ആൻഡ് അതർ നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ്. അതിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, പ്രിഫറൻസ് ഷെയർസ്, ഗവൺമെൻറ് ഓഫ് ട്രസ്റ്റ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേം. ഇതിലൊക്കെ വരുന്നതിനെയാണ് നമ്മൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ്. അതും ഇതേപോലെ തന്നെ നമുക്ക് മോർ ദാൻ 12 monthsനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ ഓക്കെ, അത്തരം കാറ്റഗറിയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 12 monthsന് അത്രയും ഡ്യൂറബിലിറ്റി ഉള്ള അസറ്റുകളായിരിക്കും. അത്തരം കാറ്റഗറിയാണ് നമ്മൾ നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ സെക്യൂർഡ് ഉണ്ടായിരിക്കും, അൺസെക്യൂർഡ് ഉണ്ടായിരിക്കും, ഡൗട്ട്ഫുൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റ്സുകൾ ഉണ്ടായിരിക്കും. അത്തരം കാറ്റഗറിയാണ് നമ്മൾ നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ നോൺ കറണ്ട് ലോൺസുകൾ. അതായത് നമുക്ക് ലോണുകൾ കുറച്ച് വേറെ ഏതെങ്കിലും, അതായത് ലോൺ റെപ്രസെൻറ്റ് മണി ദ എക്സ്റ്റെൻഡ് ബൈ ദി എൻ്റർപ്രൈസ് ടു ദ അനദർ ലോൺ റീപേബിൾ ഇൻ എ ഫ്യൂച്ചർ. ഓക്കെ, അതായത് നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇതിൽ നമുക്ക് ലോണുകൾ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെയാണ് നോൺ കറണ്ട് ലോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. 12 months ആയിരിക്കും അതിൻ്റെ ഡ്യൂറബിലിറ്റി, മോർ ദാൻ ഡ്യൂറബിലിറ്റി ആയിരിക്കും. അതൊക്കെ വരുന്നത് ഇതേപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ, അതേപോലെ തന്നെ ഏതെങ്കിലും പാർട്ടികളായിട്ടുള്ള ലോണുകൾ നമുക്ക് കിട്ടാനായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന ഇനി കാറ്റഗറിയിൽ വരുന്ന ലോണുകൾ. അതായത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം ചിന്തിക്കും ലോൺ എന്ന് പറയുമ്പോൾ അത് ലൈബിലിറ്റി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, അതായത് കമ്പനിക്ക് എന്തെങ്കിലും ലോണുകൾ കിട്ടാനായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു തരത്തിലെ അസറ്റുകളാണ്. ഓക്കെ, അത് 12 monthsന് കൂടുതലൊക്കെ ഉള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേം ലോൺസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു നോൺ കറണ്ട് ലോൺസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് അതർ നോൺ കറണ്ട് അസറ്റുകൾ, ലൈക്ക് റിസീവബിൾസ് ഓൺ ദ അക്കൗണ്ട് ഓഫ് സെയിൽസ് പ്രോപ്പർട്ടി. അതായത് എന്തെങ്കിലും സെയിലുകളൊക്കെ നടക്കുകയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസോ ലോൺസോ ഒന്നും ആ കാറ്റഗറിയിലൊന്നും പെടാത്ത എന്തെങ്കിലും ഫിനാൻഷ്യൽ അസറ്റുകൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ, കമ്പനിക്ക് ഉണ്ടെങ്കിൽ, അത് നമ്മൾ അതർ നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. അത് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ടാക്സ് കമ്പനിക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് എമൗണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 1 lakhൻ്റെ ടാക്സ് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അടയ്ക്കേണ്ടി വരും. ഈ വർഷം നമുക്ക് ഒരു 1 lakh തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ വർഷത്തെ ടാക്സ് അടയ്ക്കുന്നതിനൊപ്പം തന്നെ ഫ്യൂച്ചറിലുള്ള ടാക്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലത്തുള്ള ടാക്സിൻ്റെ എമൗണ്ടും കൂടി അവർ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുകയാണ്. ഓക്കെ, ആ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്ന ആ ഒരു ടേമിനെയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്.
ഒന്നും കൂടിയും പറയും. അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മീൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടച്ച് കഴിക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ലൈബിലിറ്റി കുറയ്ക്കാനായിട്ടാണ്. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ, അടുത്ത അക്കൗണ്ടിങ് പീരീഡ് വരുമ്പോൾ അവർക്ക് കുറച്ച് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ കമ്പനിക്ക് ആ വർഷം കുറച്ച് എമൗണ്ട് കൂടുതലുണ്ടായിരിക്കും കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അവർ മുന്നേ തന്നെ ഇത്ര എമൗണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവർ എമൗണ്ട് ടാക്സ് അടയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. So the deferred tax assets are recognized due to the timing difference between the taxable income and reporting income. If due to the such timing difference the enterprise has paid higher tax in the current accounting year, അതായത് എന്താണ്, നമ്മൾ കൂടുതൽ ടാക്സ് നമ്മൾ അടയ്ക്കുകയാണ്, അഡ്വാൻസ് ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുകയാണ് നെക്സ്റ്റ് ഇയറിലത്തെ ഉള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് വരുന്നത്, the result in lowering of the tax liability in the future accounting period. അതുവഴി അവർക്ക് നെക്സ്റ്റ് ഇയറിലത്തെ അല്ലെങ്കിൽ അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ അവർക്ക് ടാക്സ് കുറച്ച് അടച്ചാൽ മതി. ആ ഒരു ലൈബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടേമിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഡെഫേർഡ് ടാക്സ് അസറ്റ്? അപ്പോൾ നിങ്ങളത് തിയറി ലെവലിൽ അത് പഠിക്കണം. ഇനി ലാസ്റ്റ് ടൈം ഫൈനൽ ദ അതർ നോൺ കറണ്ട് അസറ്റ്. ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുള്ള അസറ്റുകളൊന്നും വരാത്ത കാറ്റഗറിയിലാണ് നമ്മൾ അതർ നോൺ കറണ്ട് അസറ്റ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ക്യാപിറ്റൽ ആയിട്ടുള്ള അഡ്വാൻസുകൾ കിട്ടുമോ, അല്ലെങ്കിൽ സെക്യൂരിറ്റി, അതർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അതർ നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏത് ഇതിൽ വരുന്നത്, ലോങ് ടേം ഓർ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 10ഓളം അല്ലെങ്കിൽ 10 ടൈപ്സ് ഓഫ് നോൺ കറണ്ട് അസറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ഹെഡിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിൽ ഓരോന്നിലും ഓരോ സബ് പോയിൻറ്റുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത്. നമ്മളിപ്പോൾ ഓരോ ഐറ്റം കിട്ടുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അതവിടെ എഴുതി, അങ്ങനെയല്ലാതെ നമുക്ക് ഓരോ ഹെഡ് വൈസ് ആയിട്ട് നമുക്ക് എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത്രയും അസറ്റുകൾ നിങ്ങൾ തിയറി ലെവലിൽ പഠിക്കുക. അപ്പോൾ നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം തരുമ്പോൾ എവിടെയായിരിക്കും വരും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നോൺ കറണ്ട് അസറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കറണ്ട് അസറ്റുകളാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഇതിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഒപ്പം ഈ ഒരു സമ്മറി നോട്ട് പോലെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കറണ്ട് അസറ്റ് എന്താണ് നമുക്ക് പഠിക്കാം.